ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് തോരൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ളതാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നമ്മളൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കളറ് മാറിപ്പോവില്ല. അതുപോലെ തന്നെ അധികം നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അധികം എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന പാത്രത്തിനകത്തോട്ടേക്ക് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് അല്ലാതെ സൺഫ്ലവർ കോൺ ഓയിലൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇനി വലിയ ജീരകമായിട്ട് കയ്യിലില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. ആ എണ്ണയിലോട്ടേക്ക് തന്നെ ഒരു ഇത്തിരി കായത്തിൻ്റെ പൊടി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ആ വെള്ളമൊക്കെ വാർന്നെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് മാത്രം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് വറ്റൽമുളക് ചതച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആയിട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറ്റൽമുളക് ഒന്ന് കുത്തി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഉരുളക്കിഴങ്ങ് 1/4 ഭാഗത്തോളം കുക്കായിട്ട് നമുക്ക് കിട്ടും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണെങ്കിലും നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ മറ്റുള്ള തോരനൊക്കെ ഇളക്കി കൊടുക്കുന്നത് കണക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ആദ്യം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എടുത്ത് സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ സാധാരണ മുളകും പിരിയൻ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു ഇത്തിരി മാത്രം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുടെ ടേസ്റ്റൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള രുചിയാണ് ഉണ്ടാകുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തവി കൊണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കണ്ടോ, ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പാത്രത്തിലിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ലാസ്റ്റ് ആ കറിവേപ്പില കൂടി ചേർക്കുമ്പോഴത്തേക്കും എന്താ പറയുക, അത്രയധികം നല്ല രുചിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഊണിൻ്റെ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5-6 മിനിറ്റിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല രുചിയുള്ളതായിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.